ഋഷഭ് പന്തിന് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഗോഡ് ഫാദർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ? അയാൾ പണത്തിൻ്റെ ബലത്തിലാണോ ടീമിൽ കയറിയതും ഇപ്പോൾ നിൽക്കുന്നതും? അയാൾ 2020-ലും ഏകദിനത്തിലും സമ്പൂർണ്ണ പരാജയമാണോ? അയാൾക്ക് അർഹതയില്ലാത്ത സ്ഥാനം BCCI നൽകിയിട്ടുണ്ടോ? നോർത്ത് ഇന്ത്യൻ ലോബിയുടെ പങ്ക് ഇതിലെന്താണ്? അയാൾക്ക് ഇന്ത്യൻ ടീമിൻ്റെ A ഗ്രേഡ് നൽകിയത് മറ്റുള്ളവരോടുള്ള അനീതിയാണോ? അയാളെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനാക്കിയത് പരിഹാസ്യമായ നടപടിയാണോ? അയാൾ ഇംഗ്ലണ്ട് പരമ്പരയ്ക്കുള്ള ടെസ്റ്റ് ടീമിൽ സ്ഥാനം അർഹിക്കുന്നില്ലേ? അയാൾ ഒരു ബാറ്റിംഗ് ടെക്നിക്കും കൈമുതലായി ഇല്ലാത്ത ഒരു വട്ടം വീശുകാരനാണോ? എല്ലാം നമുക്കിന്ന് പരിശോധിക്കാം. മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റിലേക്ക് സ്വാഗതം. എന്തായിരുന്നു ഋഷഭ് പന്തിന് ഇല്ലാതിരുന്നത്? ജനിച്ചതും വളർന്നതും മെട്രോ നഗരത്തിൽ, വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനനം, അതിധനികരായ മാതാപിതാക്കൾ, ലോക്കൽ ക്രിക്കറ്റ് ബോർഡുകളിൽ അല്ലെങ്കിൽ BCCIയിൽ പിടിപാടുള്ള ബന്ധുക്കൾ, സ്വാധീനശേഷിയുള്ള ഒരു ഗോഡ് ഫാദർ, ചെറുപ്പത്തിൽ തന്നെ ഉയരങ്ങളിലേക്ക് കൈപിടിച്ച് നടത്താൻ തക്ക ഒരു കോച്ച്, പരിശീലനത്തിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും, എല്ലാത്തിനുമപ്പുറം ആവശ്യത്തിലധികം പണം. ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി നാഷണൽ ടീം സ്വപ്നം കാണുന്ന ഒരു കുട്ടിക്ക് ഇതിൽ പരം എന്താണ് വേണ്ടത്? എല്ലാം ഇല്ലെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു ഘടകമെങ്കിലും അനുകൂലമായി വന്നാൽ തന്നെ അതിൽ പിടിച്ചു കയറാം, അല്ലേ? പക്ഷേ ഋഷഭ് പന്തിന് മേൽപ്പറഞ്ഞതിൽ ഒന്നുമില്ലായിരുന്നു, ഒന്നും. പക്ഷേ ഫേസ്ബുക്ക് ജീവികൾ, പ്രത്യേകിച്ചും പ്രബുദ്ധ മലയാളികൾ അങ്ങനെയൊന്നുമല്ലല്ലോ പറയുന്നത്. എത്രയോ നാളുകളായി അവർ ഈ ഗീവൽസിയം തന്ത്രം പയറ്റുന്നു. നിങ്ങളീ കാണുന്നത് റാൻഡമായി പിക്ക് ചെയ്ത 2 പോസ്റ്റുകളിൽ മലയാളി വിവരദോഷികൾ മെഴുകി വെച്ച കമൻറ്റുകളാണ്. വെറും 2 പോസ്റ്റുകളിൽ വന്ന കമൻറ്റുകളിൽ ചിലത് മാത്രം. ഒന്ന്, ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ പന്ത് ക്യാപ്റ്റനോ വൈസ് ക്യാപ്റ്റനോ ആയേക്കാം എന്ന പോസ്റ്റ്. 2, ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ടീം പ്രഖ്യാപിച്ച ശേഷമുള്ള പോസ്റ്റ്. ഈ വീഡിയോയിൽ ഞാൻ ആദ്യം ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ടല്ലോ, അതൊക്കെ തന്നെയാണെല്ലാം. ഓരോരുത്തരുടെയും സംസ്കാരം, വിവരദോഷം ഇതെല്ലാം അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. ചില മരമുറി ചാനലുകൾ പോസ്റ്റുകളിലൂടെ തുടർച്ചയായി മുമ്പിച്ച വിഷം ഇതിനെല്ലാം ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നത് മറക്കുന്നില്ല. BCCI, നോർത്ത് ഇന്ത്യൻ ലോബി, പണം, സ്വാധീനം, ഇതിനേക്കാളൊക്കെ അപ്പുറം പന്തിൻ്റെ പെർഫോമൻസുകൾ വെച്ചുള്ള സ്ട്രാറ്റജിക്കലായുള്ള ചോദ്യങ്ങളുമുണ്ട് എന്നതാണ് ഇതിലേറ്റവും രസകരം. ഈ ഇംഗ്ലണ്ട് പര്യടനത്തിൽ അയാളുടെ ഒരു ചെറിയ വീഴ്ചയ്ക്കായി കാത്തിരിക്കുകയാണ് ഇവർ. 1-2 ടെസ്റ്റിലോ ടെസ്റ്റ് സീരീസിലോ പരാജയമായാൽ എഴുതി തള്ളാവുന്ന ഒരാളാണോ ഈ പന്ത്? നിങ്ങളുടെ വിവേകം അനുസരിച്ച് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ തന്നെ ഒരു തീരുമാനമെടുക്കും. നമുക്ക് അയാളുടെ ഇന്ത്യൻ ടീമിലേക്കുള്ള ആ യാത്ര ഒന്ന് പരിശോധിക്കാം. ഉത്തരാഖണ്ഡിലെ റൂർക്കിയിൽ ഒരു ട്യൂട്ടോറിയൽ കോളേജ് മാതൃകയിലുള്ള 5 ക്ലാസ് റൂമുകൾ മാത്രമുള്ള ഒരു ചെറിയ സ്കൂളായിരുന്നു പന്തിൻ്റെ കുടുംബത്തിൻ്റെ ഏക വരുമാന സ്രോതസ്. മകൻ്റെ ക്രിക്കറ്റ് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആ ഗ്രാമപ്രദേശത്ത് നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ അവർ രാജസ്ഥാനിൽ ജൂനിയർ ടീമുകളിൽ സ്ഥാനം കിട്ടുമോ എന്ന് ശ്രമിച്ചു നോക്കിയ ശേഷമാണ് ഡൽഹിയിലേക്ക് മാറാൻ തീരുമാനിച്ചത്. ഋഷഭ് പന്ത് ഒരു ഡൽഹിക്കാരനല്ല. എന്നാൽ സാമ്പത്തികപരമായി അങ്ങനെ ഒരു തീരുമാനം കുടുംബത്തിന് അത്ര എളുപ്പമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അമ്മ മുന്നോട്ട് വന്ന് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പന്തിൻ്റെ കൂടെ ഡൽഹിയിലേക്ക് താമസിക്കാൻ സൗകര്യമൊരുക്കുക, ജീവിക്കാൻ വഴി കണ്ടെത്തുക, ഇതൊന്നും അവർക്ക് അത്ര എളുപ്പമായിരുന്നില്ല. അതിനായി അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു ഗുരുദ്വാരയിലാണ് താമസം തരപ്പെടുത്തിയത്. അവിടെ തന്നെ ഒരു ചെറിയ ക്യാൻറ്റീനും അവർ തുടങ്ങി. അതായിരുന്നു പന്തിൻ്റെ താമസം, ക്രിക്കറ്റ് അക്കാഡമി ചെലവുകൾ, പഠിത്തം, ഇതിനെല്ലാം അവർ കണ്ടെത്തിയ ഒരേ ഒരു വഴി. സോണറ്റ് ക്രിക്കറ്റ് അക്കാദമിയിൽ കോച്ച് തരക് സിൻഹയുടെ കീഴിൽ പരിശീലിക്കാനായിരുന്നു ഈ കഷ്ടപ്പാടുകൾ. എന്നാൽ ഇതുകൊണ്ട് മാത്രം ആ കഷ്ടപ്പാട് മാറിയിരുന്നില്ല. ആ ഗുരുദ്വാരയിൽ സൗജന്യമായി താമസിച്ച് അക്കാഡമിയിലേക്ക് ഒരു ദിവസം 6 മണിക്കൂറിൽ കൂടുതൽ യാത്രയ്ക്കായി പന്ത് ചിലവഴിക്കേണ്ടി വന്നിരുന്നു. 12 വയസ്സ് മുതൽ എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് തുടങ്ങിയിരുന്നു അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് പരിശീലനത്തിനുള്ള യാത്രകൾ. അദ്ദേഹം പതിയെ ഡൽഹി ക്രിക്കറ്റ് സർക്കിളിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. ഡൽഹി അണ്ടർ-14, അണ്ടർ-16 ടീമുകളിൽ സ്ഥാനം നേടിയതോടെ പരിശീലനത്തിനായി കൂടുതൽ സമയം കണ്ടെത്താനാണ് ആദ്യമായി അവർ സോണറ്റ് അക്കാഡമിയുടെ അടുത്തേക്ക് താമസം മാറ്റുന്നത് തന്നെ. ഇവിടെയെല്ലാം താങ്ങും തണലുമായി അദ്ദേഹത്തിൻ്റെ അമ്മ മാത്രം കൂടെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കമൻറ്റ് തൊഴിലാളികൾ പറയുന്ന പണവും സ്വാധീനവും. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ തൻ്റെ പ്രകടന മികവ് കൊണ്ട് പന്ത് അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറായി മാറുകയായിരുന്നു. 2016-17 സീസണിൽ ഒരു പിടി ഡൊമസ്റ്റിക് റെക്കോർഡുകൾ പന്ത് കരസ്ഥമാക്കി. അതിലൊന്ന് നമ്മുടെ തിരുവനന്തപുരത്തിനും അവകാശപ്പെട്ടതാണ്. ആ സീസണിൽ പന്ത് നേടിയ ട്രിപ്പിൾ സെഞ്ചുറി ഇന്ത്യൻ ക്രിക്കറ്റിലെ 2ാമത്തെ വേഗതയേറിയ ട്രിപ്പിളായിരുന്നു. തിരുവനന്തപുരത്തെ തുമ്പയിൽ ഝാർഖണ്ഡിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം നേടിയ സെഞ്ചുറി അന്ന് ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വേഗതയേറിയ ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറി ആയിരുന്നു. 48 ബോളുകളിലാണ് അദ്ദേഹം അത് നേടിയത്. അന്ന് ആ മത്സരത്തിലെ 2 ഇന്നിങ്സുകളിലും അദ്ദേഹം സെഞ്ചുറി നേടി. 106 ബോളിൽ 117 റൺസ്, 67 ബോളിൽ 135 റൺസ്. അന്ന് പന്ത് ആ മത്സരത്തിൽ അടിച്ചു കൂട്ടിയത് 21 സിക്സറുകളാണ്. വെട്ടുകാട് സെൻറ്റ് ഡൊമിനിക് പള്ളിയുടെ പറമ്പിൽ പതിച്ച ബോളുകളുടെ ഓർമ്മകൾ ആവേശത്തോടെ പറയുന്ന അന്നത്തെ ആ കളി കണ്ട ക്രിക്കറ്റ് പ്രേമികളെ ഇപ്പോഴും കേരള രഞ്ജി ട്രോഫി മത്സരങ്ങൾ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും.
81 എന്ന ബാറ്റിംഗ് ആവറേജിൽ 107.28 എന്ന സ്ട്രൈക്ക് റേറ്റിലാണ് അന്ന് പന്ത് 972 റൺസ് 8 മാച്ചുകളിൽ നേടിയത്. 8 രഞ്ജി മാച്ച്. ടോപ്പ് റൺ ലിസ്റ്റിൽ ആദ്യ 150 സ്ഥാനങ്ങളിൽ 3 പേർക്ക് മാത്രമാണ് 80-ലധികം ആവറേജ് ഉണ്ടായിരുന്നത്. ആദ്യ 150 പേരിൽ ഒരാൾക്ക് പോലും 100 സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നില്ല താനും. വേഗത്തിൽ സ്കോർ ചെയ്യാനും ദീർഘമേറിയ ഇന്നിങ്സുകൾ കളിക്കാനും തനിക്ക് സാധിക്കുമെന്ന് അദ്ദേഹം അന്ന് പ്രൂവ് ചെയ്തു. എന്നാലും അടുത്ത ടെസ്റ്റ് സീരീസിൽ പന്തിന് ഇന്ത്യൻ ടീമിൽ സ്ഥാനം ലഭിച്ചിരുന്നില്ല. 2016 സീസണിലായിരുന്നു പന്തിൻ്റെ IPL അരങ്ങേറ്റം. 10 കളികൾ കളിച്ച് 198 റൺസാണ് അദ്ദേഹം നേടിയത്. ഇന്നും പന്തിൻ്റെ 250 റൺസിൽ താഴെ നേടിയ ഒരു സീസൺ അതുമാത്രമാണ്. 2016 ഇന്ത്യ അണ്ടർ-19 ലോകകപ്പിലെ ഇന്നിങ്സുകൾ, രഞ്ജിയിലെ വെടിക്കെട്ട് ഇന്നിങ്സുകൾ എന്നിവ അയാളുടെ ഏത് ഫോർമാറ്റിലും തിളങ്ങാൻ സാധിക്കുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന പ്രതിഭയുടെ തിരിച്ചറിവിന് കാരണമായി. 2017 ഫെബ്രുവരിയിൽ ഇന്ത്യക്കായി അദ്ദേഹം 2020-ൽ അരങ്ങേറ്റം കുറിച്ചു. 2017 IPL സീസൺ പന്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖമേറിയ കാലമായിരുന്നു. ഡൽഹിയുടെ ആദ്യ മത്സരത്തിന് 2 ദിവസം മുൻപ് അദ്ദേഹത്തിൻ്റെ പിതാവ് കാർഡിയാക് അറസ്റ്റ് മൂലം മരണപ്പെട്ടു. മരണാനന്തര ചടങ്ങുകൾക്കായി നാട്ടിലേക്ക് മടങ്ങിയ അദ്ദേഹത്തിന് പിതാവിൻ്റെ സംസ്കാരത്തിനിടെ ചെറുതായി പൊള്ളലേൽക്കുകയും ചെയ്തു. പക്ഷേ അടുത്ത ദിവസം തന്നെ ഡൽഹി ക്യാമ്പിൽ അദ്ദേഹം തിരിച്ചെത്തി ഒരു മാച്ച് വിന്നിംഗ് 50 അദ്ദേഹം കളിച്ചു. തൻ്റെ മകൻ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത് കണ്ട ശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണം എന്നത് ഇതിനിടയിലും അല്പം ആശ്വാസം നൽകുന്ന കാര്യമായിരുന്നു. ഇന്നും അദ്ദേഹത്തിൻ്റെ ധനികനായ അച്ഛൻ പണം വാരി എറിഞ്ഞാണ് അയാൾ ടീമിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാർ ഉണ്ടെന്നതാണ് രസകരം. അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ ഏറ്റവും അധികം പ്രകടമായതും ഏറ്റവും അധികം ആളുകൾ കണ്ടതും മുംബൈ ഇന്ത്യൻസിനെതിരെ 2017 സീസണിൽ അദ്ദേഹം നേടിയ അസാമാന്യ പ്രകടനമായിരുന്നു. 7 ഓവർ ശേഷിക്ക് 5-ാമനായി ക്രീസിലെത്തി 25 ബോളുകളിൽ നിന്ന് പുറത്താവാതെ നേടിയ 78 റൺ. ബുംറയെ അടക്കം അടിച്ചു പറത്തിയ 7 സിക്സറുകൾ. 2018 IPL പന്ത് തൻ്റേതാക്കുകയായിരുന്നു. 14 ഇന്നിങ്സുകളിൽ നിന്ന് 684 റൺസാണ് അദ്ദേഹം നേടിയത്. അതും 52 ശരാശരിയിൽ 173 സ്ട്രൈക്ക് റേറ്റിൽ. 17 ഇന്നിങ്സുകളിൽ നിന്ന് 735 റൺസ് നേടി കെയ്ൻ വില്യംസൺ ആ സീസണിൽ ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കി. എങ്കിലും ഏറ്റവും അധികം റൺസ് നേടിയ ഇന്ത്യൻ ബാറ്റർ പന്തായിരുന്നു. എന്നാൽ അതിനുശേഷമുള്ള ഇന്ത്യൻ 2020 ടീമിൽ പന്തിന് സ്ഥാനമുണ്ടായിരുന്നില്ല. BCCIയുടെ ഓമനപുത്രൻ എന്ന് പന്തിനെ വിളിക്കുന്നവർ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പന്ത് ഇന്നുവരെ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഗംഭീര പ്രകടനങ്ങളാണ് നടത്തിയെന്നുള്ള അവകാശവാദം അയാളുടെ ഏറ്റവും വലിയ ആരാധകന് പോലും ഉണ്ടാവില്ല. എന്നാൽ അയാൾ ലിമിറ്റഡ് ഓവറിൽ വമ്പൻ പരാജയമാണ്, അയാൾക്കത് കളിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിനേക്കാൾ വലിയ കോമഡി വേറെയില്ല. ധോണി വിരമിച്ച ഒഴിവിലേക്ക് ആദ്യമായി ലിമിറ്റഡ് ഓവറിലേക്ക് എത്തിയ സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പർമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഋഷഭ് പന്തായിരുന്നു. എന്നാൽ അയാളെ ധോണി ആരാധകരിൽ ചിലർ എതിരേറ്റത് അത്യന്തം നീചമായ രീതിയിലായിരുന്നു. അയാൾ വരുത്തുന്ന തെറ്റുകൾക്കെല്ലാം ധോണി ധോണി എന്ന ആർപ്പുവിളിയോടെ ആ ചെറുപ്പക്കാരൻ്റെ ആത്മവിശ്വാസം തകർക്കാനാണ് അവരിൽ പലരും ശ്രമിച്ചത്. നമ്മുടെ തിരുവനന്തപുരത്ത് നടന്ന കളിയിൽ പോലും അതുണ്ടായി. അതിന് മറ്റു പല കാരണങ്ങളും ഉണ്ടായിരുന്നു എന്നും നമുക്കറിയാം. എന്നാലും പന്തിന് അതൊരു പ്രശ്നമായിരിക്കില്ല. കാരണം തൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിച്ച നഗരങ്ങളിൽ ഒന്ന് തിരുവനന്തപുരമാണെന്ന് പന്തിന് നന്നായി അറിയാം. ഇക്കഴിഞ്ഞ ലോകകപ്പിൽ USA-യിൽ നടന്ന ആദ്യ മത്സരങ്ങളിൽ നന്നായി പെർഫോം ചെയ്തിരുന്നു അദ്ദേഹം. പാകിസ്ഥാനെതിരെ ലൈഫുകൾ കിട്ടി, ക്യാച്ചുകൾ പോയി, 50 അടിച്ചില്ല എന്നൊക്കെയായിരുന്നു അന്ന് ആളുകളുടെ വിമർശനം. എന്നാൽ ആദ്യ 5 ഇന്നിങ്സുകളിൽ തന്നെ 3 ഇമ്പോർട്ടൻറ്റ് 30കൾ അദ്ദേഹം ടീമിന് സംഭാവന ചെയ്തിട്ടുണ്ട്. അത് അടുത്ത റൗണ്ടിലേക്ക് പോകാൻ ടീമിനെ സഹായിച്ചിട്ടുമുണ്ട്. ഒടുവിൽ കളിച്ച T20 സീരീസിലും അവസരം കിട്ടിയ 2 കളികളിൽ 49 നോട്ട് ഔട്ട് എന്നതാണ് അയാളുടെ സ്കോറുകൾ. എന്നാലും ഇനി ഡൊമസ്റ്റിക്കിലോ IPL-ലോ കൺസിസ്റ്റൻ്റായി പെർഫോം ചെയ്യാതെ അയാളെ T20 ക്രിക്കറ്റിലേക്ക് പരിഗണിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് അഭിപ്രായം. സഞ്ജു, ഇഷാൻ, KL രാഹുൽ ഇവർക്കെല്ലാം ശേഷം മാത്രമേ തൽക്കാലം അയാൾ സ്ഥാനം ടീമിൽ അർഹിക്കുന്നുള്ളൂ. ഒടുവിൽ നടന്ന 2020 സീരീസിൽ അയാൾ ടീമിൽ എടുത്തിട്ടുമില്ല. ഒടുവിൽ നടന്ന IPL പന്ത് ഒട്ടും ഫോമിലില്ലായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ആ അവസരവും അയാളുടെ വിരോധികൾ ഉപയോഗിച്ചത് അയാൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയില്ല എന്ന് സ്ഥാപിക്കാനായിരുന്നു. കളിക്കാൻ അറിയാമോ ഇല്ല എന്നുള്ളതിന് തക്ക മറുപടി അദ്ദേഹം സീസണിലെ ഏറ്റവും അവസാനത്തെ മത്സരത്തിൽ നൽകിക്കൊണ്ടാണ് ആ സീസൺ അവസാനിപ്പിച്ചത്. കൺസിസ്റ്റൻ്റായി കളിച്ചില്ല, ആവറേജ് ഇല്ല, 400 റൺസ് ഇല്ല എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ 2024 സീസണിൽ ഇതെല്ലാം പന്തിനുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നു ഇവർ ചെയ്തത്? അയാളുടെ ഓരോ ഇന്നിങ്സുകളും ഇഴകേറി പരിശോധിച്ച് അയാൾ നന്നായി കളിച്ച ബൗളർമാരെയെല്ലാം ഏറ്റവും മോശം ബൗളർമാരായി മുദ്രകുത്തി, അയാൾ നന്നായി കളിക്കുമ്പോൾ നല്ല വാക്ക് പറയുന്ന ആളുകളുടെ ചരിത്രം പരിശോധിച്ച് അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകി അയാളുടെ ആ സീസണിലെ പ്രകടനം പോരാ എന്ന് അവർ വിധി എഴുതി. എന്നാൽ അതങ്ങനെ ആയിരുന്നു. 155.4 എന്ന സ്ട്രൈക്ക് റേറ്റിൽ 40.55 എന്ന ആവറേജിൽ 446 റൺസാണ് പന്ത് ആ സീസണിൽ നേടിയത്. ഏറ്റവും അധികം റൺസ് നേടിയവരിൽ പന്ത് 12ാം സ്ഥാനത്തായിരുന്നു. ഇത് മോശമാണ് എന്നാണ് ഈ വിരോധികൾ കണ്ടെത്തിയ ന്യായം. എന്നാൽ പന്തിന് മുകളിൽ 11 പേരുണ്ടായിരുന്നു. ആ 11 പേരിൽ 7 പേർ എല്ലാ കളിയിലും ഓപ്പണിംഗ് ചെയ്തവരാണ്. ഒരാൾ ചില കളികളിൽ ഓപ്പൺ ചെയ്ത ആളായിരുന്നു. 3 പേർ
മൂന്നാം സ്ഥാനത്ത് കുറച്ച് ഇന്നിങ്സുകൾ ബാറ്റ് ചെയ്തു. പക്ഷേ ഇതൊന്നും അവർ കണക്കിൽപ്പെടുത്തിയില്ല. റിയാൻ പരാഗ്, ക്ലാസൻ എന്നിവർ മാത്രമായിരുന്നു പന്തിൻ്റെ സ്ഥാനത്തോ അതിന് താഴെയോ ബാറ്റ് ചെയ്ത ബാറ്റർ. ആ സീസണിൽ 150 സ്ട്രൈക്ക് റേറ്റും 40 ആവറേജുമുള്ള ടോപ്പ് റൺ ഗെറ്റേഴ്സിൽ ആദ്യ 5-ൽ തന്നെ പന്തുണ്ടായിരുന്നു താനും. പക്ഷേ ഇതെല്ലാം കണ്ണടച്ചിരുട്ടാക്കി അയാളെ ഇകഴ്ത്താൻ ശ്രമിച്ചവർ ഫലം കണ്ടു. ആകെ 9 സീസണുകൾ കളിച്ചിട്ടുള്ള പന്തിൻ്റെ പേരിലാണ് ഇപ്പോഴും IPL 150 സ്ട്രൈക്ക് റേറ്റിൽ 300 റൺസിലധികം ഏറ്റവും അധികം തവണ നേടിയ ഇന്ത്യൻ റെക്കോർഡ്. രണ്ടാം സ്ഥാനത്തുള്ളത് വീരേന്ദർ സെവാഗാണ്. പാവം പന്ത് 2020 കളിക്കാൻ അറിയാഞ്ഞിട്ടല്ലേ. ഇനി ഏകദിനം നോക്കിയാലും കളിച്ച 25 ഇന്നിങ്സുകളിൽ 70-നപ്പുറമുള്ള 5 സ്കോറുകൾ അത്ര മോശമാണോ? ഇക്കഴിഞ്ഞ ഇംഗ്ലണ്ട് സീരീസിൽ അവസാന മത്സരത്തിൽ സീരീസ് ഡിസൈഡറിലുള്ള ചേസിൽ മാഞ്ചസ്റ്ററിൽ നേടിയ 125 നോട്ട് ഔട്ട് അത്ര നിസ്സാരമാണോ? അപ്പോഴും അയാൾ ഏകദിനത്തിലും ടീമിൽ സ്ഥാനം അർഹിക്കുന്നുണ്ടെന്ന് പറയുന്നില്ല. അതും ഡൊമസ്റ്റിക് ലിസ്റ്റ് മത്സരങ്ങളിൽ കഴിവ് തെളിയിച്ച ശേഷം മാത്രം മതി. പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിൽ അയാൾ പോരാ, അയാളെ ടീമിലെടുക്കാൻ പാടില്ല എന്ന് പറയുന്നവരുടെ മാനസിക നില പരിശോധിക്കണം. അതല്ലാതെ വേറൊന്നും പറയാനില്ല. ആകെ ഒരു ഗാബയല്ലേ, 1-2 ഇന്നിങ്സ് അല്ലേ ഉള്ളൂ എന്ന് വിലപിക്കുന്നവരും ഉണ്ട്. അതിൽ ഗാബ എന്ന് എടുത്തു പറയുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. സമനിലയ്ക്ക് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരുന്ന ഒരു ടീമിനെയാണ് 1-2 സെഷൻ കൊണ്ട് അയാൾ ഒരു ടാർഗറ്റ് ചേസ് ചെയ്ത് ചരിത്ര വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയതും ഒരു പരമ്പരയിൽ ഇന്ത്യയുടെ അഭിമാനം കാത്തതും. അതിനുദാഹരണം 100 സെഞ്ചുറികൾ അടിച്ച സച്ചിൻ തെണ്ടുൽക്കർ പാകിസ്ഥാനെതിരെ ലോകകപ്പിൽ കളിച്ച 98 എന്ന സെഞ്ചുറി അല്ലാത്ത സ്കോർ അദ്ദേഹം ഏകദിനത്തിൽ അടിച്ച 200-നേക്കാൾ എന്തുകൊണ്ട് ആഘോഷിക്കപ്പെടുന്നു എന്നത് ആലോചിച്ചാൽ മനസ്സിലാവും ബുദ്ധിയുള്ളവർക്ക്. ഇനി ബാക്കിയുള്ളത് പറഞ്ഞാൽ ചില കണക്കുകൾ കാണിച്ചാൽ മനസ്സിലാവും. 25 വയസ്സിന് മുൻപ് സേനാ രാജ്യങ്ങളിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ അടിച്ച ബാറ്റർമാരുടെ ലിസ്റ്റിൽ ആദ്യ 10 സ്ഥാനക്കാരെ എടുത്താൽ അവിടെ 3 പേരുകളാണ് വരുന്നത്. 1 സച്ചിൻ 8 സെഞ്ചുറികൾ, 2 പന്ത് 4 സെഞ്ചുറികൾ, 3 വിവിയൻ റിച്ചാർഡ്സ് 4 സെഞ്ചുറികൾ. പന്തിന് ഒരു 97-ഉം റിച്ചാർഡ്സിന് ഒരു 98-ഉമുണ്ട്. കൂടാതെ പന്ത് ഇതുവരെ കളിച്ചത് 7 രാജ്യങ്ങൾക്കെതിരെയാണ്. ഈ 7-ൽ 4 രാജ്യങ്ങൾക്കെതിരെ സെഞ്ചുറി നേടിയ പന്തിൻ്റെ ബാക്കി 3 രാജ്യങ്ങൾക്കെതിരെയുള്ള ഉയർന്ന സ്കോറുകൾ 99, 96, 92 ഇവയാണ്. പന്ത് ഇതുവരെ കളിച്ചത് 7 രാജ്യങ്ങളിലാണ്. അതിൽ 2 ടെസ്റ്റിലധികം കളിച്ച എല്ലാ രാജ്യങ്ങളിലും അദ്ദേഹം ഇതിനകം സെഞ്ചുറി നേടിക്കഴിഞ്ഞു. വെസ്റ്റ് ഇൻഡീസ്, ബംഗ്ലാദേശ്, ന്യൂസിലാൻഡ് ഇവ മാത്രമാണ് അദ്ദേഹം സെഞ്ചുറി നേടാത്ത രാജ്യങ്ങൾ. അതിൽ തന്നെ ബംഗ്ലാദേശിൽ 2 ടെസ്റ്റ് കളിച്ച പന്ത് 2-ാം ടെസ്റ്റിൽ തന്നെ 93 റൺസ് നേടി. ഇനി ഇതൊക്കെ പണ്ടല്ലേ, പഴയ കാര്യം പറഞ്ഞ് എത്ര നാൾ ടീമിൽ നിൽക്കുമെന്നാണ് ചോദ്യമെങ്കിൽ നമുക്ക് ആ കണക്കും നോക്കാം. ഇക്കഴിഞ്ഞ 5 വർഷം വേണോ, 1 വർഷം വേണോ, 1 മാസം വേണോ, 1 മാച്ച് വേണോ എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. 2025 ഇംഗ്ലണ്ട് പര്യടനത്തിന് മുൻപ് ഇന്ത്യ അവസാനമായി ഒരു ടെസ്റ്റ് കളിച്ചത് 2025 ജനുവരി 3-നാണ്. കഴിഞ്ഞ 5 വർഷത്തെ, അതായത് 2020 ജനുവരി മുതൽ 2025 ജനുവരി വരെയുള്ള ഇന്ത്യൻ ബാറ്റർമാരുടെ കണക്കെടുത്താൽ ഏറ്റവും അധികം റൺസ് നേടിയത് ഋഷഭ് പന്താണ്. അതിൽ 1.5 വർഷം പൂർണ്ണമായും കളിക്കാതിരുന്നിട്ടും അദ്ദേഹമാണ് ടോപ്പ് സ്കോറർ എന്നാണ് ഇതിൻ്റെ പ്രശ്നം. 4 സെഞ്ചുറികളും 5 90കളും ഇക്കാലത്ത് അദ്ദേഹം അടിച്ചു. 2024 സെപ്റ്റംബറിൽ പരിക്കിൽ നിന്നും മോചിതനായി ടീമിലെത്തി 2024 ജനുവരി മുതൽ ഇക്കഴിഞ്ഞ 1 വർഷത്തെ കണക്കെടുത്താലും മറ്റ് ബാറ്റർമാരെക്കാൾ കുറച്ച് ടെസ്റ്റുകൾ കളിച്ചിട്ടും അദ്ദേഹം 3-ാം സ്ഥാനത്തുണ്ട്. ഇനി 2024 ജൂൺ മുതൽ ഇക്കഴിഞ്ഞ 12 മാസങ്ങൾ നോക്കിയാലും അവിടെയും ഇന്ത്യൻ ബാറ്റർമാരിൽ യശസ്വി ജയ്സ്വാളിന് താഴെ 2-ാം സ്ഥാനത്ത് ഋഷഭ് പന്തുണ്ട്. ഇനി അതെല്ലാം പോട്ടെ, ഈ 2025 മാത്രം നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് പരമ്പര വരെ ഇന്ത്യ ആകെ ഒരു ടെസ്റ്റേ കളിച്ചിട്ടുള്ളൂ. അതിലും ആകെ ഒരു 50 ഉള്ളത് ഋഷഭ് പന്തിനാണ്. ഇനി ഇംഗ്ലണ്ടാണ് പ്രശ്നമെങ്കിൽ ഇംഗ്ലണ്ടിനെതിരെ നിലവിലെ ഇന്ത്യൻ ടീമിൽ ഏറ്റവും അധികം സെഞ്ചുറികളും 50+ സ്കോറുകളും ഉള്ളതും പന്തിനാണ്. ഇംഗ്ലണ്ടിൽ കഴിഞ്ഞ 2 പരമ്പരയിലും അദ്ദേഹം സെഞ്ചുറി നേടിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ പരമ്പരയിലെ ഇംഗ്ലണ്ടിലെ ഏറ്റവും അവസാനത്തെ 3 ഇന്നിങ്സുകളിൽ അദ്ദേഹത്തിൻ്റെ സ്കോർ 50, 146, 57 എന്നിങ്ങനെയാണ്. ഇംഗ്ലണ്ടിൽ അവസാനം കളിച്ച ഏകദിനത്തിലും പന്ത് സെഞ്ചുറി നേടിയിരുന്നു. അതുകൊണ്ട് ഇംഗ്ലണ്ട് ടീമും ഇംഗ്ലണ്ട് മണ്ണും പന്തിന് പുത്തരിയൊന്നുമല്ല താനും. ഇനി പറയൂ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പന്തിനെ ടീമിൽ എടുക്കേണ്ടാത്തത്? പന്തിനേക്കാൾ നല്ല വിക്കറ്റ് കീപ്പിംഗ് ബാറ്റർ എന്നത് പോട്ടെ, പന്തിനേക്കാൾ നല്ല ബാറ്റർ ആരാണ് ഇന്ത്യൻ ടീമിൽ എന്നെങ്കിലും നിങ്ങളൊന്ന് പറയും. പന്തിനെതിരെയുള്ള കമൻറ്റുകളിൽ പല പേരുകൾ വരാറുണ്ട്. എല്ലാം ഞാനിപ്പോൾ പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന പേരുകളാണ്. എന്നാലും ഈ ഇംഗ്ലണ്ട് സീരീസിൻ്റെ വെളിച്ചത്തിൽ 2 പേരുകൾ പറയണമല്ലോ. 1 ശ്രേയസ് അയ്യർ, 2 ധ്രുവ് ജുറൽ. ലോകകപ്പിലും ചാമ്പ്യൻസ് ട്രോഫിയിലും IPLലും ഏറ്റവും മികച്ച രീതിയിൽ കളിച്ച ആളാണ് ശ്രേയസ്. എന്നാൽ ഏഷ്യയ്ക്ക് പുറത്തുള്ള അയാളുടെ ടെസ്റ്റ് ബാറ്റിംഗ് ആവറേജ് 20-ൽ താഴെയാണ്, ഇംഗ്ലണ്ടിൽ 17. ധ്രുവ് ജുറലിൻ്റെ കാര്യമെടുത്താൽ അദ്ദേഹത്തിൻ്റെ ഇന്ത്യക്ക് പുറത്തുള്ള ബാറ്റിംഗ് ആവറേജ് 6ആണ്. ഇന്ത്യക്കായി ടെസ്റ്റിൽ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളിൽ കൺസിസ്റ്റൻ്റായി മികച്ച രീതിയിൽ വിദേശത്തും ഇന്ത്യയിലും കളിക്കുന്ന പന്തിനെ മാറ്റി ഇവരെ കൊണ്ടുവരണം എന്ന് പറയുന്നതിലെ യുക്തി എന്താണ്? ഇവർ തന്നെ അത് വിശദമാകട്ടെ. ഇത്രയും റെക്കോർഡുകൾ വിദേശത്തും ഇന്ത്യയിലുമുള്ള
കഴിഞ്ഞ 5 വർഷമായി ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന, പരിക്ക് കഴിഞ്ഞെത്തിയും തൻ്റെ തേരോട്ടം തുടരുന്ന ഇയാൾ ഇന്ത്യയുടെ ക്യാപ്റ്റനായാൽ ആർക്കാണ് പ്രശ്നം? വൈസ് ക്യാപ്റ്റനാക്കിയതിൽ എന്താണ് ഇത്ര പ്രശ്നം? പ്രശ്നമുണ്ടാക്കുന്നവർ തങ്ങളുടെ ക്രിക്കറ്റ് വിവരം വിളമ്പി സ്വയം അപഹാസ്യരാകുന്നു എന്ന് മാത്രം. ഇന്ന് ഈ നിമിഷത്തിലും ICCയുടെ ടെസ്റ്റ് റാങ്കിങ്ങിൽ ആദ്യ 10-ലുള്ള 2 ഇന്ത്യക്കാരിൽ ഒരാളാണ് ഋഷഭ് പന്ത്. അയാളെയാണോ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടത്? ഇനി മറ്റൊന്ന്, പന്തിനെ BCCI കോൺട്രാക്റ്റിൽ A ഗ്രേഡിൽ ഉൾപ്പെടുത്തിയതിലെ അസഹിഷ്ണുതയാണ്. ടെസ്റ്റ് മാത്രം കളിക്കുന്ന പന്ത് എങ്ങനെയാണ് A ഗ്രേഡിൽ എത്തിയത് എന്നാണ് ചിലരുടെ ചോദ്യം. ടെസ്റ്റ് എന്നത് ക്രിക്കറ്റിലെ ഏറ്റവും പ്രീമിയം ഫോർമാറ്റാണ്, അതാണ് അൾട്ടിമേറ്റ് ക്രിക്കറ്റ് എന്നും ബോധ്യമുള്ളവർക്ക് ഒരു സംശയമുള്ള കാര്യമല്ല. BCCI കോൺട്രാക്റ്റിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാലും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. ഈ കഴിഞ്ഞ 10 വർഷമെടുത്താൽ അതിൽ മിക്ക വർഷവും ചേതേശ്വർ പൂജാരയെ ഗ്രേഡ് Aയിൽ നിങ്ങൾക്ക് കാണാം. ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ഫോർമാറ്റ് മാത്രം കളിച്ചിരുന്ന ആളാണ് പൂജാര. കളിച്ചത് എന്നല്ല, കളിച്ചിരുന്ന എന്നാണ് പറഞ്ഞത്. മുരളി വിജയ്, രഹാനെ, ഇഷാന്ത് ശർമ്മ, സാഹ ഇങ്ങനെയുള്ള കളിക്കാർ ഇന്ത്യക്കായി ടെസ്റ്റ് ഫോർമാറ്റിൽ മാത്രം ടീമിലുള്ള പല വർഷവും ഗ്രേഡ് Aയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും അവരുടെ പെർഫോമൻസ് അത്ര മികച്ചതല്ലാതിരുന്നിട്ട് കൂടെ. പന്തിൻ്റെ ടെസ്റ്റ് പെർഫോമൻസ് ഇത്രയും നേരം വീഡിയോ കണ്ട ആർക്കും സംശയമുണ്ടാകാൻ വഴിയില്ല. എങ്കിൽ പറയൂ, എന്തുകൊണ്ട് അയാൾക്ക് ഗ്രേഡ് A കിട്ടിക്കൂടാ? മലയാള മാധ്യമ സിംഹങ്ങളെക്കുറിച്ചും ചിലത് പറയാനുണ്ട്. മലമുറി ചാനൽ മാത്രമല്ല, ഒരു മുഖ്യധാര മാധ്യമത്തിൽ സ്പോർട്സ് കൈകാര്യം ചെയ്യുന്ന ചില ആളുകളെക്കുറിച്ചും പറയാനുണ്ട്. ലോബികളെക്കുറിച്ച് കൊടുമ്പിരിക്കൊണ്ട 3 അംഗ അടുപ്പുകൂട്ടി ചർച്ചയാണ്. 2023 ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് മത്സരം നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ചർച്ച. സ്പോർട്സ് മാധ്യമ രംഗത്തെ ഉന്നതൻ എന്ന് സ്വയം കരുതുന്ന ഈ മാപ്ര ഇരുന്ന് തട്ടിവിടുകയാണ്. ഇന്നിപ്പോൾ ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഋഷഭ് പന്ത് ഇപ്പോഴും കളിച്ചേനെ. ഇതൊക്കെ സ്വാഭാവികമായും ഒരു ലോബിയുടെ ഭാഗമായി ഉണ്ടാവുന്നതാണ്. ഇയാളിത് പറയുന്നത് ഋഷഭ് പന്തിന് അപകടം സംഭവിച്ച ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് സീരീസിൻ്റെ തുടക്കത്തിലാണ് എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് തൊട്ട് മുൻപുള്ള ടെസ്റ്റിൽ 93 റൺസ് അടിച്ച് ഇന്ത്യയുടെ ടോപ്പ് സ്കോററായി 4 ദിവസങ്ങൾക്ക് ശേഷമാണ് പന്ത് അപകടത്തിൽപ്പെടുന്നത്. അതും പോട്ടെ, ആ അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള 10 ഇന്നിങ്സുകളിൽ പന്തിൻ്റെ ബാറ്റിംഗ് ആവറേജ് 73.66 ആയിരുന്നു. അന്ന് അവസാന 10 ഇന്നിങ്സുകളിൽ 18.5 ആവറേജുള്ള കോഹ്ലിയും 12.5 ആവറേജുള്ള KL രാഹുലും ആ ടെസ്റ്റ് കളിക്കുന്നതിൽ യാതൊരു അസ്വാഭാവികതയും ലോബി ഇൻഫ്ലുവൻസും ഈ മാപ്രയ്ക്ക് തോന്നിയിരുന്നില്ല. തൊട്ട് മുൻപുള്ള ടെസ്റ്റിലും ഏറ്റവും മികച്ച കളി കളിച്ച പന്ത് കളിക്കുമ്പോൾ ലോബിയായി തോന്നുന്നു. ഇതിന് വിവരമില്ലായ്മ എന്നേ പറയാൻ പറ്റൂ. പന്തിൻ്റെ ആക്സിഡൻറ്റിൽ നിന്നുള്ള തിരിച്ചുവരവ് അയാളുടെ ഉള്ളിലെ യോദ്ധാവിനെയാണ് കാണിച്ചത്. മുട്ടിന് വരുന്ന അത്തരം ഇഞ്ചുറികൾ ഒരു സ്പോർട്സ് താരത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഒരു വിക്കറ്റ് കീപ്പറെ സംബന്ധിച്ച് എത്രയോ സീരിയസ് ആയിട്ടുള്ള ഒന്നാണ്. പക്ഷേ അയാൾ എല്ലാവരും കരുതിയതിനേക്കാൾ വേഗം തിരിച്ചു വന്നു. പഴയ അതേ പ്രതാപത്തിൽ കളി തുടരുകയും ചെയ്തു. ഇക്കണ്ട കാലമത്രയും അയാൾ ടെസ്റ്റിൽ സെഞ്ചുറി, 90കൾ ഇതൊക്കെ അടിക്കുന്നത് ഈ വിമർശകർ കാണാറുണ്ടല്ലോ. അപ്പോഴൊക്കെ അവർ പിടിച്ചു നിൽക്കുന്നതും ആശ്വാസം കണ്ടെത്തുന്നതും 2 ആന മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഒന്ന്, പന്തിൻ്റെ ടെക്നിക്ക് ശരിയല്ല. വെറുതെ നിന്ന് കറങ്ങി വട്ടം വീശുമ്പോൾ ബോൾ പോയി റൺസ് കിട്ടുന്നതാണ്. 2, ടെസ്റ്റിൽ ഇന്നർ സർക്കിളിൽ മാത്രം ഫീൽഡർമാർ നിൽക്കുന്നത് കൊണ്ട് അവരുടെ മുകളിലൂടെ അടിക്കുമ്പോൾ അയാൾക്ക് റൺസ് കിട്ടുന്നതാണ്. കളിച്ച രാജ്യങ്ങളിലെല്ലാം അവരുടെ ഏറ്റവും മികച്ച ബോളിംഗ് അറ്റാക്കിനെതിരെ വിരാട് കോഹ്ലിയെ പോലെ ഒരു ലെജൻഡ് പോലും ഇക്കഴിഞ്ഞ 5 വർഷങ്ങളിൽ സ്ട്രഗിൾ ചെയ്ത കണ്ടീഷനുകളിൽ ഈസിയായി റൺ സ്കോർ ചെയ്ത, സേനാ രാജ്യങ്ങളിൽ തുടർച്ചയായി സെഞ്ചുറികൾ നേടിയ ഋഷഭ് പന്തിന് ബാറ്റിംഗ് ടെക്നിക്ക് ഇല്ല എന്നൊരാൾ പറഞ്ഞ് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അയാൾക്ക് ക്രിക്കറ്റിൽ ലെവലേശം വിവരമില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ. ഇക്കഴിഞ്ഞ ന്യൂസിലാൻഡ് സീരീസിൽ അവസാന ടെസ്റ്റിൽ ഇന്ത്യക്ക് ജയിക്കാൻ അവസാന ഇന്നിങ്സിൽ വേണ്ടത് 147 റൺസായിരുന്നു. ഇന്ത്യയുടെ വിശ്വവിഖ്യാത ബാറ്റിംഗ് നിരയെ അജാസ് പട്ടേലും ഗ്ലെൻ ഫിലിപ്സും ചേർന്ന് വരിഞ്ഞു മുറുക്കുന്നു. ന്യൂസിലാൻഡ് സ്പിന്നർമാർ ഇന്ത്യൻ ബാറ്റർമാരെ വെള്ളം കുടിപ്പിക്കുകയാണ്. ആർക്കും ഒരു ക്ലൂവും ലഭിക്കുന്നില്ല. 18 റൺസിന് 3 വിക്കറ്റ് എന്ന നിലയിൽ പന്ത് ക്രീസിലെത്തി. അത് 5 വിക്കറ്റിന് 29 നിലയിൽ വരെ പോയി. എല്ലാവരും കഷ്ടപ്പെടുമ്പോൾ പന്ത് മാത്രം സ്പിന്നർമാരെ അതിവിദഗ്ധമായി അനായാസം നേരിടുന്നു. ബൗണ്ടറികൾ നേടുന്നു, ഗ്യാപ്പുകളിലേക്ക് അടിച്ച് ഡബിൾ നേടുന്നു. അയാൾ ക്രീസിൽ നിന്ന് ഇന്ത്യയെ വിജയിപ്പിക്കും എന്ന തോന്നലിൽ നിൽക്കുമ്പോഴാണ് ഒരു 50-50 ചാൻസിൽ ഓൺ ഫീൽഡ് അമ്പയറുടെ ഡിസിഷൻ ഓവർകം ചെയ്യാതെ തേർഡ് അമ്പയർ അയാൾ ഔട്ട് വിധിക്കുന്നത്. അപ്പോൾ 57 ബോളിൽ 64 റൺസാണ് അയാൾ നേടിയിരുന്നത്. അടുത്ത മികച്ച സ്കോർ 12 ആയിരുന്നു. ഇന്ത്യ മത്സരം തോറ്റത് 25 റൺസിനാണ്. അന്ന് മത്സരശേഷം സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കർ ചെയ്ത ട്വീറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഋഷഭ് പന്തിൻ്റെ ഫുട് വർക്കിനെ പ്രശംസിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. തൽക്കാലം അതിനേക്കാൾ വലിയ സർട്ടിഫിക്കറ്റ് ഒന്നും ഈ കാര്യത്തിൽ പന്തിന് ആവശ്യമില്ല. ഇനി അയാളുടെ വിക്കറ്റ് കീപ്പിംഗ് ആണ് മോശമെന്ന് തോന്നലുള്ളവർ ഉണ്ടെങ്കിൽ അയാളുടെ 2 ലോക റെക്കോർഡുകൾ അറിയുക. ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഏറ്റവും അധികം ഡിസ്മിസലുകളും ഏറ്റവും അധികം ക്യാച്ചുകളും എടുത്ത ലോക റെക്കോർഡിൽ 1ാം സ്ഥാനത്ത് പന്തുണ്ട്. അതുപോലെ ഒരു 2020 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഡിസ്മിസലുകൾ നടത്തിയ വിക്കറ്റ് കീപ്പറും അദ്ദേഹമാണ്. ഫീൽഡ് പൊസിഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക. ടെസ്റ്റിൽ ഇന്നർ സർക്കിൾ ഇല്ല. ഫീൽഡിംഗ് ടീമിന് എല്ലാവരും ബൗണ്ടറിയിൽ ഫീൽഡ് ചെയ്യണമെന്ന് തീരുമാനം എടുക്കാൻ പോലും സാധിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്
ഋഷഭ് പന്ത് ബാറ്റ് ചെയ്യാനെത്തുമ്പോൾ ബൗണ്ടറിയിൽ എത്ര പേർ ഫീൽഡ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കുകയാണ്. അതോടെ നിങ്ങളുടെ ആ സംശയവും മാറും. ഇനി ഇംഗ്ലണ്ട് സീരീസ് തുടങ്ങുകയാണ്. അതിൽ അയാൾ പെർഫോം ചെയ്തില്ലെങ്കിൽ ഇക്കണ്ട വർഷമെല്ലാം കളിച്ചത് മറന്ന് അയാളെ ടെസ്റ്റ് ടീമിൽ നിന്ന് പുറത്താക്കാൻ മുറവിളി തുടരും. ഇനി അയാൾ പെർഫോം ചെയ്താലോ? ടെസ്റ്റിൽ കൊള്ളില്ല എന്ന് ആര് പറഞ്ഞു? ലിമിറ്റഡ് ഓവറിൽ കളിപ്പിക്കരുതെന്ന് അല്ലേ പറഞ്ഞുള്ളൂ? വട്ടം വീശി സർക്കസ് കളിച്ചെടുത്തുള്ള റൺസ് അല്ലേ? ഇതൊക്കെ ഇനിയും കേൾക്കാം. ഇനി BCCI അയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് കളി നന്നായി കാണുന്ന വിവരമുള്ളവർ അയാളെ അംഗീകരിച്ച് അയാൾക്ക് ഒരു ഫാൻ ബേസ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ താങ്ങാൻ അയാൾക്ക് കാശും സ്വാധീനവും ഗോഡ്ഫാദറും ഒന്നും ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വിവരമുള്ള 2 പേര്, ഇംഗ്ലണ്ടിൻ്റെ മുൻ ടെസ്റ്റ് ക്യാപ്റ്റന്മാർ, അവർ തിരഞ്ഞെടുത്ത 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഇംഗ്ലണ്ട് ഇന്ത്യ ടെസ്റ്റ് 11 നിങ്ങളീ കാണുന്നത്. നാസർ ഹുസൈനും അത്തേട്ടനും. അതിലെ വിക്കറ്റ് കീപ്പറായി അവർ ഋഷഭ് പന്തിനെ തിരഞ്ഞെടുത്തതും നിങ്ങളൊന്ന് കണ്ടേക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ടെസ്റ്റ് ചരിത്രത്തിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററായി മിനിമം 2500 റൺസ് നേടിയ ബാറ്റർമാരിൽ ഏറ്റവും അധികം ആവറേജ് ഉള്ള ആളുകളുടെ ലിസ്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പന്തിനിപ്പോൾ 2948 റൺസാണുള്ളത്. 52 റൺസ് കൂടെ നേടിയാൽ 3000 നേടിയ വിക്കറ്റ് കീപ്പർമാരുടെ ലിസ്റ്റിലും പന്ത് ടോപ്പിൽ തന്നെ കാണും. പക്ഷേ ഇവിടുത്തെ ചിലർ ലോബി കാരണമാണ് അയാൾ കളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. കുറച്ച് പ്രായമായ വിരോധികളോടാണ്. നിങ്ങൾക്കൊരു മകനുണ്ടോ? അവൻ്റെ 10 വയസ്സ് മുതലുള്ള കൗമാരപ്രായം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ അവനിപ്പോൾ 10 വയസ്സാണോ? നിങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന ഒറ്റ കാരണം മൂലം എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് അവൻ്റെ സ്വപ്നം നിറവേറ്റാൻ എല്ലാ ദിവസവും രാവിലെ 3 മണിക്ക് മുൻപ് എഴുന്നേറ്റ് നേരെ പുലരും മുൻപേ മണിക്കൂറുകൾ നീണ്ട ബസ് യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ചിത്രം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നു. ആലോചിക്കുമ്പോൾ തന്നെ നെഞ്ച് തകർന്നു പോകും ഒരു സാധാരണ പിതാവിന്. കമൻ്റ് ഇടുന്ന പലരുടെയും മകനും പേരക്കിടാവിനുമെല്ലാം അന്നത്തെ ആ ബസ് കയറി കോച്ചിങ്ങിന് പോയ ഋഷഭ് പന്തിൻ്റെ പ്രായമായിരിക്കും. ഇന്ന് ഇന്ത്യൻ ടീമിൽ കളിക്കുന്നതിൽ ഋഷഭ് പന്തിനേക്കാൾ കഷ്ടതകൾ അനുഭവിച്ച് കയറി വന്ന ഒരൊറ്റ ആളേ ഉള്ളൂ. അത് യശസ്വി ജയ്സ്വാളാണ്. എങ്ങനെയാണ് ഇവർ ഇരുവരും വീണ്ടും വീണ്ടും അത്ഭുതങ്ങൾ കാണിക്കുന്നതെന്നറിയാമോ? തകർന്നു പോയിടത്തു നിന്നും പ്രതിസന്ധികളെ അതിജീവിച്ച് കയറി വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പന്തിനെ തെറി പറയാൻ തോന്നുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റീവായ ഒരു കാര്യം പറഞ്ഞു തരാം. നിങ്ങളുടെ 10-12 വയസ്സായ പേരക്കിടാവിനെ മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കാൻ ഉപദേശിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഫോളോവും സബ്സ്ക്രൈബും ചെയ്യുക. അപ്ഡേറ്റുകൾക്കായി ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം.